ടോപ്പിക് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം എന്നതാണ്. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയുകയാണ്. അതായത് നിങ്ങൾ 9ാം ക്ലാസ്സിന്റെ ഒരു റിവിഷൻ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഓക്കെ, അത് മുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ തന്നിട്ടുണ്ടാകും അതിന്റെ ലിങ്ക്. അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. You got familiar with the structure and IUPAC names of some alkenes and alkynes in standard 9 അല്ലെ? അതായത് നിങ്ങൾ എന്തൊക്കെയാണ് ആൽക്കെയിനുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ ആൽക്കീനുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെയോ ആൽക്കൈനുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ആൽക്കീനുകളും ആൽക്കൈനുകളും ഒക്കെ അപൂരിത ഹൈഡ്രോ കാർബണുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, now let's learn how to name them on the basis of the position of the double or triple bonds in the carbon chain. അതായത് അവയ്ക്ക് പേര് കൊടുക്കണം. എന്തിന്റെ ബേസിസിലാണ്? ആ പൊസിഷൻ എന്തിന്റെയൊക്കെയാണ്? ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും ഒക്കെ പൊസിഷൻ നോക്കിയിട്ട് പേര് കൊടുക്കാൻ വേണ്ടി പഠിക്കാം. ഓക്കെ, ചില ആൽക്കീനുകളുടെയും ആൽക്കൈനുകളുടെയും ഘടന, അവയുടെ പൊതുവായ IUPAC നാമം എന്നിവ പരിചയപ്പെട്ടുവല്ലോ. ഇനി കാർബൺ ചെയിനിലെ ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനത്തിന്റെ സ്ഥാനം അനുസരിച്ച്, പൊസിഷൻ അനുസരിച്ച് എങ്ങനെ പേര് കൊടുക്കാമെന്ന് പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കുക. ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണിന്റെ നാമകരണത്തിൽ ദ്വിബന്ധനം വഴി ചേർന്നിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യകൾ ലഭിക്കത്തക്ക വിധം നമ്പർ ചെയ്യേണ്ടതാണ്. എന്താണ്? ആ ദ്വിബന്ധനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ, അതിന് മുൻഗണന കൊടുക്കണം. ഇൻ ദ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് വിത്ത് ഡബിൾ ബോൺസ് ഉണ്ടെങ്കിൽ the numbering should be done in such a way that the carbon atoms linked by the double bond അതിന് എന്ത് കിട്ടണം? gets the lowest position number. അങ്ങനെ നമ്മളൊരു കാര്യം പരിഗണിക്കണം. നോക്കാം. ഫസ്റ്റ് പദമൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മീഥ്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലെ. അത് പദമൂലം നമ്മൾ ആദ്യം കൊടുത്തു. പിന്നെയോ ഒരു ഹൈഫൺ ഇട്ടു. ഹൈഫൺ എന്ന് വെച്ചാൽ ഒരു വര ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു വര ഇട്ടു. പിന്നെയോ ആ ദ്വിബന്ധനം ഉണ്ടല്ലോ, ആ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, അതിന്റെ പൊസിഷൻ, സ്ഥാനം, ആ നമ്പർ എഴുതി വെക്കണം, എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണെന്ന്. പിന്നെ വീണ്ടും ഒരു ഹൈഫൻ. അത് കഴിഞ്ഞാൽ പിൻ പ്രത്യയം ചേർക്കണം. പിൻ പ്രത്യയം നമുക്കറിയാം, ഇവിടെ ദ്വിബന്ധനം ഉണ്ടാകുമ്പോൾ പിൻ പ്രത്യയം എന്തായിരിക്കും? ഈനാണ്. ഓക്കെ, സഫിക്സ് ഈൻ എന്ന് ചേർക്കും, EN എന്ന് ചേർക്കും. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തുണ്ടല്ലോ. നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. C4H8 തന്മാത്രാ സൂത്രമുള്ള ഒരു ആൽക്കീനിന്റെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. ദ സ്ട്രക്ചറൽ ഫോർമുല. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് നല്ലതാണ്, കാരണം നിങ്ങൾ ഹയർ സെക്കൻഡറിയിലൊക്കെ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ആൽക്കീൻ വിത്ത് മോളിക്കുലർ ഫോർമുല C4H8 ഈസ് ഗിവൻ ബിലോ അല്ലെ. ഓക്കെ, ഈ ചിത്രം നോക്കുക. ഇതിനെങ്ങനെയാണ് പേര് കൊടുക്കുന്നത് പഠിക്കാം. ഇതിലെ കാർബൺ ആറ്റങ്ങൾക്ക് സ്ഥാനസംഖ്യകൾ രണ്ട് രീതിയിൽ നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താ? രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും ശരി? നിങ്ങൾ നോക്കുക. ആദ്യം നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുത്തു, ഇടത്തു നിന്ന് വലത്തോട്ട് നമ്മൾ നമ്പർ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ നിബന്ധന ഉള്ള കാർബൺ ആറ്റത്തിൽ ലഭിക്കുന്ന സംഖ്യ എത്രയാണ് നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകും, ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലും ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. നിങ്ങൾ ആദ്യത്തെ എഴുതിയാൽ മതി. ആദ്യത്തെ നമ്പറാണ് പരിഗണിക്കേണ്ടത്, 1. ഇപ്പൊ ഇവിടെ എത്രയാണ് നിബന്ധനത്തിന്റെ നമ്പർ കിട്ടി? എത്രയാണ്? 1 എന്ന നമ്പറാണ്. കണ്ടോ, ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ നിബന്ധനം ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെയോ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തിട്ടുണ്ട് അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നിബന്ധനത്തിന്റെ സ്ഥാനം, ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം? നമുക്ക് 1, 1, 2, 3 കണ്ടോ, മൂന്നാമത്തേതിലാണ് നിബന്ധനം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് 4, നാലാമത്തേതിലും ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, 3, ഇവിടെ 3. അങ്ങനെയാണ് നോക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടാൽ 1, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ഇട്ടാലോ 3. ഇതിൽ ഏതാണ് ലോവസ്റ്റ് നമ്പർ, കുറഞ്ഞ നമ്പർ ഏതാണ്? നിങ്ങൾക്കറിയാം, 1 ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് വേ? ഫസ്റ്റ് വേ ആണ് കറക്റ്റ്. നമുക്ക് ഇവിടെ ടിക്ക് ഇടാം. നിബന്ധനം വഴി ചേർന്നിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിച്ചത് ഏതിലാണ്? ശരിയായത് ടിക്ക് ചെയ്യുക. ഇൻ വിച്ച് ഓഫ് ദീസ് കാർബൺ ആറ്റംസ് ഹാവിംഗ് ഡബിൾ ബോണ്ട് ഗെറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ? ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, 1 ആണ്. 1 ആണ് ശരി. എങ്കിൽ ഈ സംയുക്തത്തിന്റെ IUPAC നാമം എന്തായിരിക്കും? നോക്കുക, ഈ ചെയിനിൽ നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇതല്ലേ ചെയിൻ, ഇതാണല്ലോ ഈ ചെയിനിൽ. ഓക്കെ, ഇതല്ലേ കറക്റ്റ് നമ്പർ ചെയ്ത രീതി. അപ്പൊ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോറി, ഫസ്റ്റ് അത് ഈ ഒരു ഡയഗ്രം നോക്കാം. ഈ ചെയിനിൽ
കാർബൺ ആറ്റങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? നോക്കൂ, 1 2 3 4 അല്ലെ, 4 4. അടുത്തത് പദമൂലം എന്താണ്? പദമൂലം ബ്യൂട്ട് അല്ലെ, ബ്യൂട്ട്, പദമൂലം ബ്യൂട്ട്. കാരണം 4 കാർബൺ ആറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലെ, 4 വരുമ്പോൾ ബ്യൂട്ട്, 5 വന്നാൽ പെന്റ്, 6 വന്നാൽ ഹെക്സ്, അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതാണ്? ബ്യൂട്ട്, BUT എന്നാണ് എഴുതുന്നത് കേട്ടോ, ബ്യൂട്ട്. അടുത്തത് ദ്വിബന്ധനം ഉൾപ്പെടുന്ന കാർബണിന്റെ ശരിയായ സ്ഥാനസംഖ്യ ഏതാണ്? 1 അല്ലെ, 1 ആണെന്ന് നമ്മൾ പറഞ്ഞു, 1. പിൻപ്രത്യയം എന്താണ്? ഇവിടെ ദ്വിബന്ധനം ഉണ്ട് അല്ലെ, അപ്പൊ എന്താണ് പിൻപ്രത്യയം വരുന്നത്? ഈൻ, ENE. ഓക്കെ, ഈൻ എന്ന് വരും. അങ്ങനെയാണ് IUPAC നാമം നമുക്ക് എഴുതാമല്ലോ. എങ്ങനെ വരും? ആദ്യം നമ്മൾ ഇത് എഴുതും അല്ലെ, ബ്യൂട്ട് എന്ന് എഴുതും. പിന്നെ ഒരു ഹൈഫൻ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ഹൈഫൻ ഇട്ടിട്ട് 1 എഴുതും. ഏതാണ് ഈ 1? ദ്വിബന്ധനം ഉൾപ്പെടുന്ന കാർബണിന്റെ ശരിയായ സ്ഥാനം, കറക്റ്റ് നമ്പർ, പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട് 1 അല്ലെ, അങ്ങനെ കൊടുത്തു 1. പിന്നെ വീണ്ടും ഹൈഫൻ ഇട്ടിട്ട് ENE എന്ന് കൂടെ എഴുതും. ഓക്കെ, ഇങ്ങനെ 2-3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആവും. ഓക്കെ, നിങ്ങൾക്കത് സുഖമായിട്ട് എഴുതാൻ കഴിയും. ഒന്നുകൂടെ നോക്കാം. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ ആൽക്കീൻ വിത്ത് മോളിക്കുലർ ഫോർമുല C4H8, അതേ മോളിക്കുലർ ഫോർമുല തന്നെയാണ്, ഈസ് ഗിവൻ ബിലോ, താഴെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം, അതിന്റെ പേര് എങ്ങനെ കൊടുക്കാന്ന് നോക്കാം. ആദ്യം നോക്കുക, ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? 1 2 3 4, 4 ഇവിടെ കൊടുത്തു, 4 എന്ന് കൊടുത്തു. ഇനി വേർഡ് റൂട്ട് എന്താണ്? 4 ആകുമ്പോൾ വേർഡ് റൂട്ട് നമുക്കറിയാം അല്ലെ, ബ്യൂട്ട്, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു തന്നെയാണല്ലോ. ബ്യൂട്ട് എന്ന വേർഡ് റൂട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ബ്യൂട്ട് എന്ന് വരും, പദമൂലം. ഓക്കെ, ഇത് പദമൂലം ബ്യൂട്ടാണ്. ദ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിന്റെ കറക്റ്റ് പൊസിഷൻ നമ്പർ ഏതാണ്? ഇതിൽ ഏതാണ് നമ്പർ ഇടുന്നത്? ശരി, നോക്കിക്കോളൂ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടാൽ പൊസിഷൻ നമ്പർ എത്ര കിട്ടും? 2 അല്ലെ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ നമുക്ക് ആദ്യം കാണും, ഒരു ദ്വിബന്ധനം കാണും. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ഇട്ടാലോ, അപ്പോഴും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് നമുക്ക് ഡബിൾ ബോണ്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ നമ്പർ ഇടാം. ഇപ്പൊ എത്രയാണ് നമ്പർ? എത്രയാണ്? 2 ആണ്. ദ്വിബന്ധനം ഉൾപ്പെടുന്ന കാർബണിന്റെ ശരിയായ സ്ഥാനസംഖ്യ, ദ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിംഗ് ഡബിൾ ബോണ്ട് 2. സഫിക്സ് എന്താണ്? 2 ബോണ്ട് ഉണ്ട് അല്ലെ, ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ സഫിക്സ് നമുക്കറിയാം ഈൻ എന്ന് വരും അല്ലെ, ഈൻ എന്ന് വരും, ENE. അങ്ങനെയാണ് പേരെന്താണ്? IUPAC നെയിം വരുന്നത് ബ്യൂട്ട് 2 ഈൻ എന്നാണ്. എന്താണ്? ബ്യൂട്ട് 2 ഈൻ എന്ന് വന്നു അല്ലെ. ഫസ്റ്റ് ബ്യൂട്ട് എന്ന് എഴുതി, ഹൈഫൻ ഇട്ടു, 2 എന്ന് എഴുതി, പിന്നെ ഈൻ എന്നും കൂടി എഴുതി വെച്ചു. C4H8 തന്മാത്രാ സൂത്രമുള്ള 2 സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ പരിചയപ്പെട്ടു അല്ലെ. നമ്മൾ 2 എണ്ണമാണ് കണ്ടത്. ഇവ ഘടനയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? Now you are familiar with the structural formula of 2 compounds with the molecular formula C4H8. How do they differ in their structures? They differ in the position of the double bond. അതിലെ ദ്വിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യയിൽ വ്യത്യാസമുണ്ട് അല്ലെ. ഒന്നില് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലായിരുന്നു, ഇപ്പോഴോ രണ്ടാമത്തേതിലായിരുന്നു കിട്ടിയത്. They differ in the position of the double bond. ഡബിൾ ബോണ്ടിന്റെ സ്ഥാനസംഖ്യയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തെഴുതാം? ഇവിടെ മലയാളം ഇങ്ങനെ എഴുതാം, അവയിലെ ദ്വിബന്ധനത്തിന്റെ സ്ഥാനസംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർബൺ ചെയിനിലെ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, താഴെ കൊടുത്തിട്ടുണ്ട്. നോട്ട് ദാറ്റ്, എന്താണ് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ദ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് ഇൻ ദ കാർബൺ ചെയിൻ ഈസ് ഡിഫറെന്റ് അല്ലെ. ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സംയുക്തത്തിന്റെ ഘടനാവാക്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നോക്കുക. ഈ സംയുക്തത്തിന്റെ IUPAC നാമം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ശരിയായത് ടിക്ക് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? പെന്റ് 3 ഈൻ എന്ന് തന്നിട്ടുണ്ട്, പെന്റ് 2 ഈൻ എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഇട്ട് നോക്കാം. ഇതിൽ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ഇട്ടാൽ 1 2 3 4 5, 2 എന്ന സ്ഥാനസംഖ്യ കിട്ടും, ഡബിൾ ബോണ്ടിന് പൊസിഷൻ നമ്പർ കിട്ടും. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ഇടുന്നെങ്കിലോ 1 2 3, 3 അല്ലെ, അപ്പൊ 3 എന്ന പൊസിഷൻ നമ്പർ കിട്ടും. ഇത് ലോവസ്റ്റ് അല്ലേ നമ്മൾ എടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ 2ഉം 3 എടുത്താൽ ഏതാണ് ലോവസ്റ്റ്? 2 അല്ലേ. അപ്പൊ ഇവിടെ നമ്പർ കൊടുക്കേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. സോ കറക്റ്റ് ഇതാണ്, പെന്റ് 2 ഈൻ ആണ്. ഇവിടെ ഒരു സംയുക്തത്തിന്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഗിവൻ ബിലോ. ഈ സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രം എന്ത്? തന്മാത്രാ സൂത്രം, അതായത് മോളിക്കുലാർ ഫോർമുല എങ്ങനെ എഴുതാം? സിയും എച്ചും മാത്രമല്ല ഇതിലുള്ളത്. സി എത്രയുണ്ട്?
1 2 3 4 4 C. അപ്പൊ C4 H എത്രയാണ്? ഇവിടെ ഒരു ഹൈഡ്രജൻ 1, ഇവിടെ 2 ഉണ്ട്. അപ്പൊ എത്രയായി? 1 2 3 ആയി. ഇവിടെ 3 കൂടി ഉണ്ട്. 3 3 6 ഉണ്ട് അല്ലെ? അപ്പൊ C4 H6 എന്ന് ഇവിടെ എഴുതാം. ഓക്കെ. ഈ സംയുക്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗമാണ്? ഇവിടെ നോക്കുക, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത് അല്ലെ? ദ്വിബന്ധനം അല്ല ഇവിടെ ഉള്ളത്, ഇവിടെ ത്രിബന്ധനമാണുള്ളത്. ഇതേത് വിഭാഗമാണ്? ആൽക്കൈനുകളാണ് കേട്ടോ. ആൽക്കൈനുകൾ. ഓക്കെ, ത്രിബന്ധനം വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൽക്കൈനുകളാണ്. അപ്പൊ ഇവിടെ എഴുതാം ആൽക്കൈനുകൾ എന്ന് എഴുതാം. ഇവിടെ ഈ സംയുക്തം ആൽക്കൈനുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. Is it possible to name alkynes just like we named alkenes? അതായത് ആൽക്കീനുകളുടെ പേര് കൊടുക്കുന്നതായിരുന്നു നമ്മൾ ഇപ്പോൾ ഇത്രയും പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? അതേ രീതിയിൽ നമുക്ക് ആൽക്കൈൻസിനും പേര് കൊടുക്കാൻ കഴിയുമോ? ആൽക്കീനുകളുടെ നാമകരണം ചെയ്തതുപോലെ ആൽക്കൈനുകളെയും നാമകരണം ചെയ്തുകൂടെ? ഫസ്റ്റ് എന്ത് എഴുതും? പദമൂലം എഴുതും. നമ്മൾ അറിയുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് പദമൂലം, പിന്നെ ഒരു ഹൈഫൺ, ഒരു വരയിടും അല്ലെ? വേർഡ് റൂട്ട് കഴിഞ്ഞിട്ട് ഹൈഫൺ. പിന്നെയോ നേരത്തെ നമ്മൾ ദ്വിബന്ധനത്തിന്റെ സ്ഥാനം എന്നായിരുന്നു ഇവിടെ കൊടുത്തത് അല്ലെ? ഇവിടെയോ? ഇവിടെ ത്രിബന്ധനത്തിന്റെ സ്ഥാനം, അതായത് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്. പിന്നെ വീണ്ടും ഒരു ഹൈഫൻ, പിന്നെയോ സഫിക്സ്, പിൻപ്രത്യയം. എന്താണത്? ഐൻ എന്ന പിൻപ്രത്യയം. ഓക്കെ, ഐൻ, YNE എന്ന പിൻപ്രത്യയം. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. മുകളിൽ നൽകിയിരിക്കുന്ന ആൽക്കൈൻ സംയുക്തത്തിന് IUPAC നാമം നൽകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഓക്കെ, ഇവിടെ മുകളിൽ കൊടുത്ത ഇതിന്. ഓക്കെ, ഇത് വീണ്ടും ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്, വീണ്ടും വരച്ചിട്ടുണ്ട് ഇവിടെ. Let's write the IUPAC name of the alkane given above. മുകളിൽ കൊടുത്തതിന് പേര് കൊടുക്കാം. ആദ്യം നമ്മൾ നമ്പർ കൊടുത്തു, നമ്പർ കൊടുക്കുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇട്ടു. ഓക്കെ, അപ്പോൾ ഈ ട്രിപ്പിൾ ബോണ്ടിന് ത്രിബന്ധനത്തിന് സ്ഥാനം എത്ര? 1 അല്ലേ? നമുക്ക് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ത്രിബന്ധനമുണ്ട്, അപ്പൊ 1. ഇനി നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്പർ ഇടുന്നെങ്കിലോ ത്രിബന്ധനത്തിന്റെ സ്ഥാനം ഇവിടെ 1 2 3 ആണ്. അപ്പൊ ഇതിൽ ഏതാണ് കുറവ്? 1 അല്ലേ? അപ്പൊ നമ്മൾ നമ്പർ ഇടേണ്ട ഏത് രീതിയിലാണ്? ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാണ് കറക്റ്റ്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ഇടുന്നതാണ് കറക്റ്റ്. ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ? അപ്പൊ 4 എന്ന് എഴുതി. വേർഡ് റൂട്ട് എന്താണ്? 4 ആകുമ്പോൾ നമുക്കറിയാം ബ്യൂട്ട് ആണെന്ന് അറിയാം. അപ്പൊ BUT, ബ്യൂട്ട് എന്ന് നമുക്ക് ഇവിടെ എഴുതാം. പദമൂലം ബ്യൂട്ട് ആണ്, ബ്യൂട്ട്. ഓക്കെ, നമ്മൾ എഴുതിയതാണ് അല്ലെ കുറച്ച് നേരത്തെ. ഓക്കെ, ത്രിബന്ധനം ഉൾപ്പെടുന്ന കാർബണിന്റെ ശരിയായ സ്ഥാനസംഖ്യ ഏതാണ്? 1 ആണ് കറക്റ്റ്. അപ്പൊ 1 എന്ന് എഴുതി, 1. ഓക്കെ, ഇനി പിൻപ്രത്യയം എന്താണ്? പിൻപ്രത്യയം അഥവാ സഫിക്സ് എന്താണ്? ഐൻ ആണ് അല്ലെ? ഇവിടെ ഐൻ ആണ്, YNE എന്ന് വരും. ഇവിടെ എന്തെഴുതും? പിൻപ്രത്യയം ഐൻ എന്ന് എഴുതും. IUPAC നാമം എന്തായിരിക്കും അപ്പോ? ബ്യൂട്ട് ഹൈഫൺ, പിന്നെ അതിന്റെ പൊസിഷൻ നമ്പർ കൊടുക്കണം അല്ലെ? 1, വീണ്ടും ഹൈഫൺ, ഐൻ എന്ന് എഴുതി. ഇംഗ്ലീഷിൽ ബ്യൂട്ട് 1 ഐൻ, ഈ ഒരു രീതിയിൽ എഴുതും. ഇനി നോക്കുക, C4H6 തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ആൽക്കൈനിന്റെ ഘടനാവാക്യം എഴുതുക. ഇപ്പൊ നമ്മളിവിടെ ഇതിന്റെ തന്മാത്രാ സൂത്രം എന്താണ്? C4H6 ആണ്. ഇതൊക്കെ എണ്ണിയാ കിട്ടും. ഓക്കെ, 4 കാർബണും 6 ഹൈഡ്രജൻ, C4H6 ആണ്. അതേ തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ആൽക്കൈനിന്റെ ഘടനാവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതേപോലെ 4 കാർബൺ അല്ലേ? 4 കാർബൺ. അപ്പൊ 4 കാർബൺ മാത്രം നമുക്ക് ആദ്യം രേഖപ്പെടുത്താം. ഇവിടെ ഒരു കാർബൺ, വീണ്ടും ഒരു കാർബൺ, വീണ്ടും ഒരു കാർബൺ, വീണ്ടും ഒരു കാർബൺ. അങ്ങനെ കാർബൺ മാത്രം 4 നമുക്ക് എഴുതി വെക്കാം. എന്നിട്ടോ ഇവിടെ കുറച്ച് മുകളിൽ കൊടുത്തിട്ടുള്ളത്, അതില് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണല്ലോ ത്രിബന്ധനം ഉള്ളത്. നമുക്ക് ഇതില് രണ്ടാമത്തേൽ കൊടുക്കാം അല്ലെ? 1 2, രണ്ടാമത്തേൽ നമ്മളിങ്ങനെ ത്രിബന്ധനം കൊടുത്തു. ഓക്കെ, ഇനി നോക്കുക, ഈ കാർബൺ ആറ്റങ്ങളെ നമുക്ക് യോജിപ്പിക്കണമല്ലോ. ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് ഈ 4 കാർബൺ ആറ്റത്തിന് ആദ്യം നമുക്ക് സിംഗിൾ ബോണ്ട് കൊണ്ട് യോജിപ്പിക്കാം. ഓരോ ബോണ്ടിങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം, സിംഗിൾ ബോണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം ത്രിബന്ധനം ഏതിലാണ്. രണ്ടാമത്തേലല്ലേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ 2 ബോണ്ടും കൂടെ കൊടുത്ത് ത്രിബന്ധനാക്കി. ഓക്കെ, ഇനി നോക്കുക, ഇനി ഹൈഡ്രജൻ ആറ്റം ഫില്ല് ചെയ്യണമല്ലോ. ഈ കാർബൺ ആറ്റം നോക്കുക, ഇവിടെ ഒരു ബോണ്ട് ഇങ്ങോട്ടായി, ഈ ഒരു സൈഡിൽ 3 എണ്ണമായി. അപ്പൊ ടോട്ടൽ എത്രയായി? ഇതിന് 4 ബോണ്ടായി. ഓക്കെ, വാലൻസി എത്രയാണ് കാർബണിന്റെ? 4 അല്ലേ? അപ്പൊ ഇവിടെ 4 ബോണ്ട് കഴിഞ്ഞു. അപ്പൊ ഇതിലിനി ഹൈഡ്രജന്റെ ആവശ്യകതയില്ല. ഈ കാർബൺ ആറ്റം നോക്കിയാലോ, ലെഫ്റ്റ് സൈഡിൽ 3 ബോണ്ട് ഉണ്ട് അല്ലെ? 1 2 3, പിന്നെ റൈറ്റിൽ 1. അപ്പൊ ഇവിടെയും 4 ആയി. അപ്പൊ ഇതിലും ഇനി ഹൈഡ്രജന്റെ ആവശ്യകതയില്ല. ഈ ഒന്നാമത്തെ കാർബൺ നോക്കുക, ഇവിടെ ഒറ്റൊരു ബോണ്ട് മാത്രമേ നമുക്ക് കൊടുത്തിട്ടുള്ളൂ, 1 അല്ലെ? അടുത്ത കാർബൺ ആയിട്ട് 1. ഇനി എത്ര ബോണ്ട് വേണം? ഇതിന് 3 എണ്ണം കൂടി വേണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ 3 ഹൈഡ്രജൻ എക്സ്ട്രാ എഴുതി കൊടുത്തു, H3. മനസ്സിലായല്ലോ? അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ കാർബണിന് മറ്റൊരു കാർബണുമായിട്ട് ഒരു ബോണ്ട് വന്നു, ഇനി 3 ബോണ്ടും കൂടെ വേണം. ആ 3 ബോണ്ട് ഹൈഡ്രജനുകളുമായിട്ട് ആക്കും.
അതുകൊണ്ട് 3 ഹൈഡ്രജൻ എക്സ്ട്രാ നമ്മൾ ഇതിൽ ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. നെയിം എഴുതാൻ നമുക്ക് പഠിച്ചു അല്ലേ? എങ്ങനെയാണ്? ബ്യൂട്ടാണ്, 4 കാർബൺ ആറ്റം, ബ്യൂട്ടാണ് വേർഡ് റൂട്ട്. പിന്നെ ഹൈഫൺ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. -2 വീണ്ടും ഹൈഫൻ ഇട്ട് അയിൻ എന്ന് എഴുതും. ഓക്കെ, ബ്യൂട്ട് 1 അയിൻ എന്ന് എഴുതിയതിന് പകരം നിങ്ങൾ എഴുതണം ബ്യൂട്ട് 2 അയിൻ എന്ന് എഴുതണം. ഓക്കെ, ഈ സംയുക്തത്തിന് IUPAC നാമം ബ്യൂട്ട് 2 അയിൻ എന്നാണ്. Now you are familiar with the structural formulae of two compounds with molecular formula C4H6 അല്ലെ? ഒരേ തന്മാത്രാ സൂത്രമുള്ള മോളിക്കുലാർ ഫോർമുല ഉള്ള രണ്ട് സംയുക്തങ്ങളുടെ സ്ട്രക്ചറൽ ഫോർമുല നിങ്ങൾ പഠിച്ചു. ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എങ്ങനെയാണ്? കാർബൺ ചെയിനിലെ ത്രിബന്ധനത്തിന്റെ സ്ഥാനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ? അവയിൽ കാർബൺ ചെയിനിലെ ത്രിബന്ധനത്തിന്റെ സ്ഥാനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നോട്ട് ദാറ്റ്, എന്ത് നോട്ട് ചെയ്യണം? നോക്കുക, the position of the triple bond in the carbon chain is different അല്ലെ? They differ in the position of the triple bond എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഇതാണ് ആൻസർ. അടുത്ത് നോക്കാം, പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, ഇതുവരെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് നോക്കാം. സംയുക്തം, ഈ സംയുക്തം നോക്കാം. ഒന്നാമത്തെ സംയുക്തം നോക്കാം. ഓക്കെ, ഈ സംയുക്തത്തിന്റെ പേരെങ്ങനെ വരും? 3 കാർബൺ ആറ്റം അല്ലെ? വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ് എന്ന് എഴുതി. ഫസ്റ്റ് പ്രൊപ്പ് എന്ന് എഴുതി, എന്നിട്ട് ഒരു ഹൈഫൻ ഇട്ടു. എന്നിട്ട് എന്താണ് പൊസിഷൻ നമ്പർ? ഈ ഡബിൾ ബോണ്ടിന് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിലാണല്ലേ? നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇവിടെ നമ്പർ ഇടേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെ നമുക്ക് ഡബിൾ ബോണ്ട് കാണും. ഇപ്പൊ -1 എഴുതി, പിന്നെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈൻ എന്ന സഫിക്സും കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? പ്രൊപ്പ് 1 ഈൻ എന്ന് എഴുതണം. ഇവിടെ രണ്ടാമത് പേരാണ് കൊടുത്തിട്ടുള്ളത്. അതിനെങ്ങനെയാണ് സംയുക്തത്തിനെ കണ്ടുപിടിക്കൽ നോക്കാം. ഹെക്സ് 2 ഈൻ. ഹെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 6 കാർബൺ ആറ്റങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം. 1 2 3 4 5 6 കാർബൺ ആറ്റങ്ങളെ. എന്നിട്ട് ഇവയൊക്കെ സിംഗിൾ ബോണ്ട് കൊണ്ട് ആദ്യം ഒന്ന് യോജിപ്പിക്കുക. ഓരോ ബോണ്ട് കൊടുക്കുക. ഇനി നോക്കണം എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? രണ്ടാമത്തേതിൽ അല്ലെ? അപ്പൊ നിങ്ങൾ നമ്പർ കൊടുക്കാം. ഇങ്ങനെ നമ്പർ കൊടുക്കാം നമുക്ക്. എന്നിട്ട് 1 2 രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് വേണം. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന രീതിയിൽ ചിത്രീകരിക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ആറ്റങ്ങളെ ഫില്ല് ചെയ്യണം അല്ലെ? ഈ കാർബൺ ആറ്റത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബോണ്ടായി, ഇനി 3 ബോണ്ട് കൂടി വേണം. അതുകൊണ്ട് നമുക്ക് 3 H3 കൊടുക്കാം, 3 ഹൈഡ്രജനും കൊടുക്കാം. ഇതിനോ, ഈ കാർബൺ ആറ്റത്തിനോ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോണ്ട് കാണുന്നുണ്ട് അല്ലെ? പിന്നെ റൈറ്റ് സൈഡിൽ 2 ബോണ്ട് കാണുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഈ രണ്ടും ഈ ഒന്നും കൂട്ടിയാൽ 3 ബോണ്ടായി. പിന്നെ ഒരു ബോണ്ടും കൂടി വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഹൈഡ്രജനെ കൊടുത്തു. അതേപോലെ തന്നെ ഇതിനും കൊടുത്തു അല്ലെ? കണ്ടോ, ലെഫ്റ്റിൽ ഒരു ബോണ്ട് ഉണ്ട്, റൈറ്റിൽ ഒരു ബോണ്ട് ഉണ്ട്. ഇനി 2 ബോണ്ടും കൂടെ വേണമല്ലോ ഇതിന്, അതുകൊണ്ട് നമ്മൾ H2 2 ഹൈഡ്രജനെ കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട് തന്നിട്ട് പേര് കൊടുക്കുന്നതാണ്. 1 2 3 4 5 കാർബൺ ആറ്റം, പെന്റ് എന്ന് വരും, പെന്റ്. പിന്നെ ഹൈഫൻ ഇട്ടു. പൊസിഷൻ നമ്പർ എന്താണ്? 1 2 രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ -2 എന്നിട്ടു. എന്നിട്ട് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ സഫിക്സ് പിൻ പ്രത്യേകം എന്ത് ചേർക്കും? അയിൻ എന്ന് ചേർക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? പെന്റ് 2 അയിൻ എന്ന് വരും ഇവിടെ. ഓക്കെ, അടുത്തത് വീണ്ടും IUPAC നെയിം തന്നിട്ടുണ്ട്, ഹെപ്റ്റ് 3 അയിൻ എന്ന് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നത് നോക്കാം. ഹെപ്റ്റ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എത്രയാണ്? 7. നിങ്ങൾ 7 കാർബൺ ആറ്റങ്ങൾ എഴുതി വെച്ചോ. 1 2 3 4 5 6 7. അങ്ങനെ ഇടവിട്ടിട്ട് 7C എന്ന് എഴുതി വെക്കാം. എന്നിട്ടോ ഓരോ ബോണ്ട് കൊടുക്കുക. 1 2 3 4 5 6 അങ്ങനെ ഓരോ സിംഗിൾ ബോണ്ട് അല്ലെ ആദ്യം കൊടുക്കുക. എന്നിട്ട് നോക്കണം മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ അയിനാണല്ലേ? അപ്പൊ ട്രിപ്പിൾ ബോണ്ട് വേണം. 1 2 മൂന്നാമത്തെ കാർബൺ ആറ്റം ഇതിനെന്ത് വേണം? ട്രിപ്പിൾ ബോണ്ട് വേണം. അപ്പൊ ഇതിന് മുന്നിൽ 1 2 ബോണ്ടും കൂടെ ഇട്ട് കൊടുത്താൽ എന്തായി? ട്രിപ്പിൾ ബോണ്ട് ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഹൈഡ്രജന് ഫില്ല് ചെയ്യണം. ഒന്നാമത്തെ കാർബൺ ആറ്റം നോക്കുക, ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി 3 ബോണ്ട് കൂടി വേണം അല്ലെ? അതുകൊണ്ട് H3 3 കൊടുത്തു. 3 1 4 ആയില്ലേ ഇപ്പൊ. ഇനി ഇത് നോക്കിയാലോ, ലെഫ്റ്റ് സൈഡിൽ ഒരു ബോണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ബോണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ബോണ്ടായി. ഇനി 2 ബോണ്ട് കൂടെ വേണം. അപ്പൊ H2 കൊടുത്തു, 2 Hന് അവിടെ കൊടുത്തു. ഈ കാർബൺ ആറ്റം നോക്കുക, ഇതിന് ലെഫ്റ്റ് സൈഡിൽ ഒരു ബോണ്ടായി, റൈറ്റ് സൈഡിൽ 3 ബോണ്ടായി. അപ്പൊ ഇതിന് എത്ര ബോണ്ട് ആയി കഴിഞ്ഞു? 4 എണ്ണായി. അപ്പൊ ഇതിന് ഇനി ഹൈഡ്രജൻ വേണോ? വേണ്ട. അതേപോലെ തന്നെയാണ് റൈറ്റിലും നോക്കുക. ഓക്കെ, അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.